ഹായ്, എല്ലാവർക്കും നമസ്കാരം. എന്തെല്ലാം വിശേഷം? ഞാനിതാ ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല. ഞാൻ ഇന്നില്ലേ ആട്ടപ്പൊടി കൊണ്ട് ഒരു 3-4 അട ചുട്ടാലോ എന്ന് വിചാരിക്കുന്ന. ഒരു ഓട്ടട മാതിരിയുള്ള ഓട്ടടേൻ്റെ കല്ല് എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ ദോശക്കല്ലുമ്പോൾ തന്നെ ചുട്ടെടുക്കാം. ആവിയിൽ വെച്ചിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് നെഞ്ഞരിച്ചിലും അല്ലാണ്ട് വരും. അപ്പം കല്ലുമ്മേൽ ചുട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് ഞാനിത് ആട്ടപ്പൊടി എടുത്ത് കുഴച്ച് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെയല്ല, കുറച്ചുകൂടി ലൂസിൽ വെള്ളമാക്കിയിട്ട് കുഴച്ച് ഉപ്പും കൂട്ടിയിട്ട് കുഴച്ച് വെച്ചതാണ്. ഇത് 5 എണ്ണം ഉണ്ട്. 5 ഇലയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇലയിൽ വെക്കുക, എന്നിട്ട് കുറച്ച് വെള്ളമാക്കുക, എന്നിട്ട് നല്ല കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കണം. കട്ടി കൂടിക്കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഇതായിരിക്കും, നമുക്കൊരു രസം ഉണ്ടാവില്ല. കട്ടി കുറച്ചിട്ട് ഇങ്ങനെ നൈസായി പരത്തി കൈ വെച്ചിട്ട് ഒരിത്തിരി വെള്ളം തൊടുക. എന്നിട്ട് പിന്നെ ഇങ്ങനെ നല്ല വൃത്തിക്ക് പരത്തിയിട്ട് കൊണ്ടുവരണം. എന്നിട്ട് ഇതിൻ്റെ അകത്ത് പഞ്ചസാരയോ തേങ്ങയോ അല്ലെ വെല്ലവും തേങ്ങയോ അല്ലെ ചമ്മന്തിയോ എന്ത് ചേർത്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല. എരിവ് വേണ്ടവർക്ക് എരിവ്, മധുരമുള്ളവർക്ക് മധുരം. പഞ്ചസാരേൻ്റെ പ്രശ്നമുള്ളവർ വെല്ലം ഇടുക. എന്നിട്ട് ഇങ്ങനെ മടക്കി കല്ലുമ്മൽ വെച്ചിട്ട് ആക്കിയെടുത്താൽ മതി. ഞാനിന്ന് ഇടുന്നതെന്നുള്ള കാണിച്ചു തരാം. ഞാനിപ്പോൾ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഇടട്ടെ. ചില ആൾക്കാർ തേങ്ങയും വെല്ലവും ഒപ്പരോ ആക്കും, തേങ്ങയും പഞ്ചസാരയും ഒപ്പരാക്കും, അങ്ങനെയെല്ലാം ചെയ്യും. പക്ഷെ ഞാൻ എന്നാണ് ചെയ്യാമെന്നറിയോ? ഞാനിങ്ങനെ തേങ്ങ ചിരവും, എന്നിട്ട് എല്ലാത്തിനും ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തേങ്ങ ഇട്ട് കൊടുക്കും. എന്നതിന് ശേഷമാണ് ഞാൻ വെല്ലമാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക ചെയ്യുക. അതെനിക്ക് എനിക്കൊരളവ് ഒരു റെഡി ആവാത്ത പോലെ ആയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തെടുക്കുന്നത്. ചില ആൾ ഒപ്പരെല്ലാം കുഴച്ച് ഒപ്പര അങ്ങ് ഇടും. പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യുക. ഇനി ഞാൻ കാണിച്ചു തരാം. ഞാൻ വെല്ലം ഞാനിടുന്നത് വെല്ലം ചെത്തിയിട്ടാണ് ചെത്തിയിടുക. എന്താണോ ഞാനിങ്ങനെ ചെത്തിയിടുന്നതിൻ്റെ കാരണം, ചിലയാൾക്ക് മധുരം കുറച്ചാൽ വേണ്ടി വരും, ചിലയാൾക്ക് മധുരം കുറച്ച് കൂടുതൽ വേണം. അങ്ങനെയാണ് നമുക്ക് സുഖം ഇങ്ങനെ ഇടുക. അതുകൊണ്ട് ഇങ്ങനെ ചെത്തി അങ്ങിടും. അപ്പോൾ ഞാനിത് ചുട്ടെടുക്കുന്നത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ള. ദോശക്കല്ല് വെച്ച് ദോശക്കല്ലിൻ്റെ മുകളിൽ ഓരോരോ അടയും അങ്ങ് വെച്ച് കൊടുക്കാം. 2 എണ്ണം വെക്കാം, തിരിച്ചും മറിച്ചും. ഇങ്ങനെ വെച്ചാൽ വേഗം ആവും, അധിക സമയമൊന്നും വേണ്ട. ഈ ഗോതമ്പത്തിൻ്റെ അട എപ്പോൾ ആവിയിൽ വെച്ചിട്ട് ആക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. പക്ഷേങ്കിൽ ആവിയിൽ വെച്ച് രാവിലെ തന്നെ കഴിച്ചാൽ അതും ചെറിയൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയെടുക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ ഒരു കുഴപ്പമില്ല. ഓട്ടടേൻ്റെ കല്ല് മാറ്റാന്ന് ഇത്, പക്ഷേ ഞാൻ ദോശക്കല്ലിനെ എടുത്ത്. അപ്പോൾ ഞാനിത് ചുട്ടിട്ട് കാണിച്ചു തരാം. തിരിച്ചിട്ട് നോക്കട്ടെ എന്തായി എന്നുള്ള. കണ്ട ഇങ്ങനെ നല്ല ഇലേൻ്റെ പൊട്ടുന്നുണ്ട വാടി വരുമ്പോൾ. ഇങ്ങനെ നമുക്കിങ്ങനെ തുറന്നൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് നല്ല പെട്ടെന്ന് വെന്തിട്ട് കിട്ടും. ഇങ്ങനെ പെട്ടെന്ന് കഴിയും ഇങ്ങനത്തെ അടയെല്ലാം ചുട്ടെടുക്കുക. അധികം വലിയൊരു താമസമൊന്നുമില്ല. പക്ഷേ വാഴയില വേണം. വാഴയില ഇല്ലാണ്ട് ഞാനൊരു അട ചുട്ടിട്ടൊരിക്കൽ കാണിച്ചു തന്നിട്ടുണ്ട്, ചപ്പാത്തി കൊണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്ക്. ഒന്നും അധികം വലിയ സാധനങ്ങളൊന്നും വേണ്ടല്ലോ, പെട്ടെന്ന് കഴിയും. രാവിലെ നമുക്കിപ്പോൾ അരിയൊന്നും പുതിർത്തിട്ടില്ലെങ്കിലും അരിപ്പൊടിയൊന്നും ഇല്ലെങ്കിലും ആട്ടപ്പൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ഇന്നത്തെ സിമ്പിൾ ചായക്കൂട്ടൽ ഒരു ഗോതമ്പ് പൊടീൻ്റെ അടയും ചുട്ട് കട്ടൻ ചായ രാവിലെ തന്നെ. എന്താണെന്ന് വെച്ചാൽ ആർക്കും സുഖമില്ല, എല്ലാവർക്കും കഫക്കെട്ടല്ല. അപ്പോൾ പാല് പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അതുകൊണ്ട് പിന്നെ കട്ടൻ ചായയും അടയും ആക്കി. കുട്ടികളെന്തെല്ലോ ഒച്ചെടുക്കുന്നുണ്ട്, രാവിലെ എന്തെല്ലോ പറയുന്ന. അപ്പോൾ നമ്മളിതാ കഴിക്കട്ടെ. അടിപൊളി.